നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുക്കൽ വരുന്നില്ലേ? ഇല്ലേ? നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നിടത്ത് ആ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ആ യേശുവിനെയാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നിങ്ങൾ ദൈവത്തിൽ സുരക്ഷിതമായ ഒരു കൈകളിലാണോ എത്തിയെന്നൊന്ന് നിങ്ങൾ ചിന്തിക്കും. ഓർമ്മ വരുന്നില്ലേ? ദൈവത്തിൻ്റെ കൈക്കകത്തിരിക്കുന്ന വ്യക്തിയാണോ ശരിക്കും നിന്നെ യേശു സ്നേഹിക്കുന്നു? ഈ പകലിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്നിടത്തും നിൽക്കുന്നിടത്തും പോകുന്നിടത്തും എല്ലാം ഈ കുരിശിതായ ഈശോയുടെ പ്രവൃത്തി അതിനകത്ത് നിന്നെ നട്ടിരിക്കുന്നു. നിന്നെ അതിനകത്ത് ജീവനോടെ നട്ടിരിക്കുന്നു. അതുകൊണ്ടാ നീ ഒറ്റയ്ക്ക് തളരാതെ എല്ലായിടത്തും പോവാനും എല്ലായിടത്തും തരണം ചെയ്ത് നിൽക്കാനും നിന്നെ ഈശോ വിളിച്ചിരിക്കുന്നു. നിനക്ക് ഒരു വലിയ ശക്തി ഈശോ തന്നിരിക്കുന്നു. സമാധാനം തരുന്ന ഒരു പ്രഭു. ഒറ്റപ്പെടുന്നോ, വേദനപ്പെടുന്നോ, വിഷമിച്ച് നീ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ നീ കയറി വരും. ഉറപ്പാ, നീ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ല, നീ പിടിച്ചിരിക്കുന്ന ഒരു ഈശോയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നീ പുറത്തു വരും. തളരരുത്. ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക്. നിന്റെ കൂടെ കർത്താവ് നിർത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തിക്കോ, ചേർത്ത് വെച്ചോ, സ്നേഹിച്ചോ, പിടിച്ചോ. അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്ക്. അത് കർത്താവുമായുള്ള ബന്ധമാണ്, വിടരുത്. അതുകൊണ്ട് കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം, ഹോസ്പിറ്റലിനകത്ത് ദൈവ സാന്നിധ്യം, അലഞ്ഞു തിരിഞ്ഞിരിക്കുന്നു അവിടെ ദൈവശക്തി. ഉറപ്പിച്ചോ, നിന്നെ പൊളിച്ചു മാറ്റുന്നൊരു ദൈവം, നിന്നെ ആനയിച്ച് നിർത്തുന്ന ഒരു ദൈവം. വചനം പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഭയക്കരുത്. ഒറ്റയ്ക്ക് നിന്നോ. നിനക്ക് എന്താ കിട്ടാത്തത്? നിനക്ക് എന്താ വരാത്തത്? എന്തുകൊണ്ട് വരുന്നില്ല? നീ ചിന്തിക്കുന്നെല്ലാം വിട്ടിട്ട് ഈശോയുടെ കാര്യത്തെ പിടി. ഈശോയുടെ കാര്യത്തിനെല്ലാം ഉണ്ടെന്നേ. സൗഖ്യമാണോ? സമാധാനമാണോ? സന്തോഷമാണോ? എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ പകലിൽ ഞാൻ ആരുടെ മുന്നിലും തലകുനിക്കയില്ല. ഞാൻ ആരുടെ മുന്നിലും തലകുനിക്കയില്ല. പിടിച്ച അഭിഷേകം വേറെയാണ്. നമ്മൾ അഭിഷേകത്തിൻ്റെ കണ്ണറയെ കണ്ട് മുമ്പോട്ട് നട. നീ ജയാളിയാവും. നിന്നെ നോക്കിയാ പറയുന്ന ഈശോ. സഹോദര, സഹോദരി, നിന്നെ നോക്കിയാ പറയുന്നത്. സ്നേഹമായ എല്ലാത്തിൻ്റെ ജയം. എന്ത് വേണോ പറയട്ടെ, ഏത് വേണോ പറയട്ടെ. പക്ഷെ നിന്നെ വിളിച്ചവൻ ആരാ? ക്രിസ്തുവ. സമാധാനം തരുന്ന ക്രിസ്തുവ. വിഷമിക്കരുത്. ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കരുത്. എൻ്റെ കൂടെ കർത്താവുണ്ട്. ജയാളിയായി വരും നീ പുറത്ത്. നിന്റെ കൂടെയാ ഈശോയുള്ള. നിന്റെ കൂടെയാ യേശുവിൻ്റെ പ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് താഴ്ച പ്രാപിക്കില്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. നീ പുറത്തു വരും. നീ പുറത്തു വരേണ്ട സമയമാണ്. ഗോഡ് ബ്ലസ് യു.